PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷ ഫെബ്രുവരി മാസം നടക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ചെയ്യാവോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് മാത്രമല്ല കേട്ടോ, LDC, LGS ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ്സാണ്. PSC ഏറ്റവും അവസാനം നടത്തിയ LGS പരീക്ഷയുടെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഡിസംബർ 27 നടത്തിയ LGS പരീക്ഷയുടെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് നോട്ട് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്ക് എടുത്തോളൂ. നമ്മൾ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് ഇനിയുള്ള 30 ദിവസത്തോളം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ 30 ദിവസത്തോളം നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സും അതുപോലെ ഹോട്ട് ടോപ്പിക്സും ഒക്കെ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് ഒരു നോട്ട്ബുക്ക് തന്നെ കരുതി വെച്ചോളൂ. ഓക്കെ. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണേ. അവിടെ നമ്മൾ PDF അതുപോലെ തന്നെ പോള് കാര്യങ്ങളൊക്കെ, അതുപോലെ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തരുന്നത് ടെലിഗ്രാം വഴിയാണ്. സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. പിന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഞാൻ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വരാനിരിക്കുന്ന എല്ലാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ കണ്ട് പ്രയോജനപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. രാത്രി 8 മണിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ലൈവ് ക്ലാസ് ഉണ്ട് രാത്രി 8 മണിക്ക്. അപ്പോൾ അതും ആരും മിസ് ചെയ്യാതെ കണ്ടേക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? PSCയുടെ ഈ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ബി, ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം എന്ന് പറയുന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാം. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം ആദ്യം തന്നെ പഠിക്കാം. ചട്ടമ്പി സ്വാമികൾ ജന്മസ്ഥലം എവിടെയാണ്? കണ്ണമ്മൂല. ജന്മസ്ഥലം ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? കണ്ണമ്മൂല. എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലാണ് കണ്ണമ്മൂല സ്ഥിതി ചെയ്യുന്നത്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താണ്? അയ്യപ്പൻ. യഥാർത്ഥ നാമം എന്താണ്? അയ്യപ്പൻ എന്നതാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പന്മന. പന്മന എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ, ഒരുപാട് കൃതികൾ പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു തന്നിട്ടുള്ള കൃതിയാണ് ഒന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ള വേദാധികാര നിരൂപണം, 2 പ്രാചീന മലയാളം. PSC സ്ഥിരമായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് പ്രാചീന മലയാളം, അതുപോലെ തന്നെ വേദാധികാര നിരൂപണം. ഇത് രണ്ടുമാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. കൂടാതെ അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയത്. ഇനി സെപ്പറേറ്റ് ആയിട്ട് മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. സഹോദരൻ അയ്യപ്പൻ. എന്നാൽ അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SCERT ഫാക്റ്റ് ആണ്. അത് ചട്ടമ്പി സ്വാമികളാണ് എന്നത് ഓർത്തിരിക്കുക. ഇനി അദ്ദേഹം സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത വ്യക്തിയാണ്. ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു കോട്ട് നമുക്ക് SCERTയിൽ തന്നിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ
മനുഷ്യ പുരോഗതി സാധ്യമാവൂ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ എന്ന് പറയുന്നത് ആരുടെ കോട്ടാണ്? ചട്ടമ്പി സ്വാമികളുടെ കോട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് അറിഞ്ഞിരിക്കുക. SCERT ഫാക്ട്സ് ആണ്. കണ്ണമ്മൂല ജന്മസ്ഥലം, യഥാർത്ഥ നാമം അയ്യപ്പൻ, സമാധി സ്ഥിതി ചെയ്യുന്നത് പന്മന, അതുപോലെ തന്നെ അധസ്ഥിതർക്കു വേണ്ടി ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവ്, അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്, സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കോട്ട എന്താണ്? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ എന്നത് ചട്ടമ്പി സ്വാമികളുടെ കോട്ടാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അല്ലേ? അപ്പൊ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വൈകുണ്ഠ സ്വാമികളുടെ ജനനം എവിടെയാണെന്ന് ചോദിച്ചാൽ ശാസ്താം കോയിലാണ് കേട്ടോ. ശാസ്താം കോയിൽ എവിടെയാണ്? കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിലാണ്. കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിലുള്ള ശാസ്താം കോയിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. അതുപോലെ സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് അദ്ദേഹം. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് സമത്വ സമാജം എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത്. സമത്വ സമാജം PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനത്തിന് വേണ്ടി സമത്വ സമാജം എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് ആരാ? വൈകുണ്ഠ സ്വാമികളാണ്. വർഷം കൂടെ പഠിച്ചിരിക്കുക. 1836 സമത്വ സമാജം രൂപീകരിക്കുന്നത്. അതുപോലെ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വൈകുണ്ഠ സ്വാമികൾ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? വെണ്ണീജ ഭരണം എന്നാണ് വൈകുണ്ഠ സ്വാമികൾ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ സാമൂഹിക പരിഷ്കർത്താവ്. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കോട്ട് നമുക്ക് SCERTയിൽ തന്നിട്ടുണ്ട്. വേല ചെയ്താൽ കൂലി കിട്ടണം. എന്താണ് അദ്ദേഹത്തിന്റെ കോട്ട്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറയുന്ന കോട്ട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠ സ്വാമികളുടെ കോട്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ജനനം ശാസ്താം കോയിൽ, സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ്, സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ് സ്ഥാപിച്ചത്, വർഷം 1836. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന കോട്ട് ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികളുടേതാണ് എന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്തതാരാണ്? നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് തന്നിട്ടുണ്ട് അല്ലെ? ശ്രീനാരായണ ഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്? ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിച്ചത്. ജനനം എവിടെയാണ്? ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ്. ചെമ്പഴന്തി എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ, ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ദർശനമാല എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ദൈവദശകം. ഓക്കെ, അപ്പോൾ ഒരുപാട് കൃതികളുണ്ട്. SCERTയിൽ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവയാണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികളായിട്ട് തന്നിരിക്കുന്നത്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക. ഒന്നാമത്തെ ലക്ഷ്യം എന്തായിരുന്നു? ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക.
2 ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക. ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക. മൂന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ പറയുന്ന ജാതി വ്യവസ്ഥകൾ ഇല്ലാതാക്കുക, പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളായിരുന്നു ശ്രീനാരായണ ഗുരുവിന് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം SCERTയിൽ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇനി അതുപോലെ തന്നെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത നവോത്ഥാന നായകൻ. സർവമത സമ്മേളനം എവിടെയാണ് സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്? ആലുവയിലാണ് കേട്ടോ, ആലുവയില്. അപ്പൊ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു എന്നത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ സർവമത സമ്മേളനം ഉണ്ടല്ലോ, അതിന്റെ കവാടത്തില് ശ്രീനാരായണ ഗുരു രചിച്ച വരികൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് SCERTയിൽ. ആ വരികൾ ഒന്ന് ഓർത്തിരിക്കുക. എന്താണ് പറയുന്നത്? വാദിക്കാനും ജയിക്കാനുമല്ല. എന്താണ് പറഞ്ഞേ? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് എവിടെയാണ് എഴുതി വച്ചിട്ടുള്ളത്? സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ. ഓക്കെ, അപ്പോൾ സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ഈ ശ്രീനാരായണ ഗുരു എഴുതി വെച്ച കോട്ട് എന്താന്ന് ചോദിച്ചാൽ എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്നാണ് എഴുതി വച്ചിരുന്നത്. ഇനി ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ട് 1903 ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയാണ് എന്ന് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP. എപ്പോഴാണ് ശ്രീനാരായണ ഗുരു സംഘടിപ്പിക്കുന്നത്? 1903. അപ്പൊ SNDP സ്ഥാപിക്കപ്പെട്ട വർഷം ചോദിക്കാം. 1903 ശ്രീനാരായണ ഗുരുവാണ് ഇത് സ്ഥാപിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ ഒരുപാട് കോട്ട്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. SCERTയിൽ ഒരുപാട് കോട്ട്സ് തന്നിട്ടുണ്ട്. ഒന്നാമത്തേത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്ന കോട്ട് ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അതുപോലെ തന്നെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന കോട്ടും ആരുടേതാണ്? അതും ശ്രീനാരായണ ഗുരുവിൻ്റേത് തന്നെയാണ്. നെക്സ്റ്റ്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് ദോഷവുമില്ല എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞത് ഗുരുവാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഇതെല്ലാം ആരുടെ കോട്ട്സ് ആണ്? ശ്രീനാരായണ ഗുരുവിന്റെ കോട്ട്സ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. SCERTയിൽ കൊടുത്തിട്ടുള്ള കോട്ട്സ് ആണ് ഇത് കംപ്ലീറ്റ്. ഇനി ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രതിഷ്ഠകളുണ്ട്. ഏതൊക്കെയാണ് പ്രതിഷ്ഠകൾ? ഒന്ന്, ശിവലിംഗ പ്രതിഷ്ഠ. അതെവിടെയാണ്? അരുവിപ്പുറത്താണ് കേട്ടോ. അരുവിപ്പുറത്ത് നടത്തിയ ശിവലിംഗ പ്രതിഷ്ഠ. അതുപോലെ തന്നെ ദീപപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതെവിടെയാണ് നടത്തിയത്?
കാരമുക്കിലാണ് കേട്ടോ. കാരമുക്കിലെ ദീപപ്രതിഷ്ഠ, അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, അതുപോലെ തന്നെ ശാരദ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതെവിടെയാണ് നടത്തിയത്? ശിവഗിരിയിലാണ്. ശിവഗിരിയിലാണ് ശാരദ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ശിവലിംഗ പ്രതിഷ്ഠ അരുവിപ്പുറം, ദീപപ്രതിഷ്ഠ കാരമുക്ക്, ശാരദ പ്രതിഷ്ഠ നടത്തിയത് ശിവഗിരിയിലാണ്. ഇനി ഗുരുവിന്റെ അവസാനത്തെ പ്രതിഷ്ഠ നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കളവൻകോടത്താണ് കേട്ടോ. കളവൻകോട് ആലപ്പുഴയിലാണ്. അപ്പോൾ ഈ കളവൻകോടത്ത് ഗുരു പ്രതിഷ്ഠിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓം എന്ന് എഴുതിയിട്ടുള്ള കണ്ണാടിയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടാണ്. ഈ കണ്ണാടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്താണ്? ഓം എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓം എന്ന് എഴുതിയിട്ടുള്ള കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടാണ് എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കാനുള്ളത്. ഇനി അയ്യങ്കാളിയെ കുറിച്ചുകൂടെ നമുക്കൊന്ന് നോക്കാം. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് SCERTയിൽ നിന്നും അയ്യങ്കാളിയെക്കുറിച്ച്. അയ്യങ്കാളിയെക്കുറിച്ച് എന്തൊക്കെ അറിയണം? അയ്യങ്കാളിയുടെ ജനനം വെങ്ങാനൂരാണ് കേട്ടോ. വെങ്ങാനൂരിൽ വെച്ചിട്ടാണ് അയ്യങ്കാളി ജനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അദ്ദേഹം അധസ്ഥിതർക്ക് മാത്രമായിട്ടൊരു വിദ്യാലയം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 1904 എന്നത് അറിഞ്ഞിരിക്കുക. അതുപോലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കു വേണ്ടി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടന ഏതാണ്? സാധു ജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളിയാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കോട്ടാണ് SCERTയിൽ തന്നിട്ടുള്ളതാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. അദ്ദേഹമാണ് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം കൂടെ പഠിച്ചിരിക്കുക. 1893 വില്ലുവണ്ടി യാത്ര അദ്ദേഹം നടത്തുന്നത്. അതുപോലെ തന്നെ കല്ലുമാല സമരം നടത്തിയത്, അതുപോലെ പുലയ ലഹള, ഇതിനെല്ലാം നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അയ്യങ്കാളി തന്നെയാണ്. അദ്ദേഹം വില്ലുവണ്ടി യാത്ര 1893 നടത്തി എന്ന് പറഞ്ഞു. എവിടം മുതൽ എവിടം വരെയാണ്? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി നടത്തിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിനു പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? നീതി ആയോഗ് നിലവിൽ വന്നത് ഏത് സംവിധാനത്തിന് പകരമായിട്ടാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. ഉത്തരം എന്താ? ഉത്തരം ഓപ്ഷൻ സി അല്ലേ, പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ അല്ലേ, ആസൂത്രണ കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നിലവിൽ വന്നത് എന്നാണ്? 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്. 1950 മാർച്ച് 15. ഇതും SCERTയിൽ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ആണ്. അധ്യക്ഷൻ ആരാ? പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രധാനമന്ത്രി ആയിരുന്നു. മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും. പ്രൈം മിനിസ്റ്റർ ആണ് അധ്യക്ഷൻ, പിന്നെ ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും. കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കും. കേന്ദ്ര ക്യാബിനറ്റ് നിർദ്ദേശിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഇത്രയും പേരും ചേരുന്നതാണ് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണത്തിന് ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ദേശീയ ആസൂത്രണ മാതൃകയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയന്റെ മാതൃകയാണ് പ്ലാനിംഗ് കമ്മീഷന്റെ രൂപീകരണത്തിൽ ഇന്ത്യ സ്വീകരിച്ചത്. സോവിയറ്റ് യൂണിയന്റെ മാതൃക. ഈ ആസൂത്രണ കമ്മീഷൻ പദ്ധതികളെല്ലാം വിഭാവനം ചെയ്യുന്നത് എന്തിലൂടെയാണ്? പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. 5 ഇയർ പ്ലാൻസിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികളെല്ലാം തന്നെ വിഭാവനം ചെയ്യുന്നത്. ഇനി നമുക്ക് നീതി ആയോഗുമായി ബന്ധപ്പെട്ട കാര്യം നോക്കാം.
ഓക്കെ, നീതി ആയോഗ്. അപ്പൊ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് എന്താ നമ്മൾ പറഞ്ഞു, ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് അല്ലെ, ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനമെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പുതിയതായിട്ട് രൂപം നൽകിയിട്ടുള്ള സംവിധാനമാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഇതിന്റെ പൂർണ്ണ രൂപം തന്നെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. എന്താണ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് കേട്ടോ. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം. നിലവിൽ വന്നത് എന്നാണ്? നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. അധ്യക്ഷൻ എപ്പോഴും ആരാണ്? പ്രധാനമന്ത്രി ആയിരിക്കും അധ്യക്ഷനായിട്ട് വരിക. ഇനി നീതി ആയോഗ് ഭരണസമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ. രണ്ട്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ. അതുപോലെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ സ്ഥിരം അംഗങ്ങൾ ഉണ്ടായിരിക്കും. അനൗദ്യോഗിക അംഗങ്ങൾ എക്സ് ഓഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ഉണ്ടായിരിക്കും. ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ നിയമിക്കുന്നത് ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഈ അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ഈ അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരായിരിക്കും. ആരാണ് കേന്ദ്രമന്ത്രിമാരെ നിയമിക്കുന്നത്? പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരായിരിക്കും അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറയുന്നത്. താൽക്കാലിക അംഗങ്ങളായിട്ട് വരുന്നത് ആരാണ്? ഉണ്ടാവുന്നത് ആരാന്ന് ചോദിച്ചാൽ, പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് കേട്ടോ. പ്രധാന സർവകലാശാലാ സ്ഥാപനങ്ങളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരായിരിക്കും താൽക്കാലിക അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? SCRTയിൽ തന്നിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് സ്ഥിരം ചോദ്യം വരുന്നതാണ്. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. എന്തൊക്കെ മേഖലകളിലാണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. അടുത്ത ലക്ഷ്യം കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. അടുത്തത് പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. അതുപോലെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇതെല്ലാമാണ് നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞു. എപ്പോഴും പ്രധാനമന്ത്രിയാണ്. നിലവിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? നിലവിലെ അധ്യക്ഷൻ നരേന്ദ്ര മോദിയാണ്. നരേന്ദ്ര മോദിയാണ്. ഇനി ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? അരവിന്ദ് പനഗരിയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ലൈവ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ കുറേ പേര് തെറ്റിച്ചായിരുന്നു. അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. അരവിന്ദ് പനഗരിയാണ്. ഇനി നിലവിലെ ഉപാധ്യക്ഷൻ, ആരാണ്? നിലവിൽ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് സുമൻ ബെറിയാണ്. നിലവിലെ ഉപാധ്യക്ഷൻ.
ഇനി ആദ്യത്തെ CEO ആരാണ്? നീതി ആയോഗിന്റെ ആദ്യത്തെ CEO ആരാ? സിന്ധു ശ്രീ ഖുള്ളർ ആണ്. സിന്ധു ശ്രീ ഖുള്ളർ ആണ് ആദ്യത്തെ CEO. നിലവിലെ CEO ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നീതി ആയോഗുമായി ബന്ധപ്പെട്ടും ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെടുത്തിയും അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ആരാ? ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ ആണ്. ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. അപ്പോൾ ഇതും SCERTയിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. SCERTയിൽ നമുക്കൊരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന കലാപ പ്രദേശങ്ങളും അവിടെ നേതൃത്വം നൽകിയവരും. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ആരൊക്കെയാണ് SCERTയിൽ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത്. കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ള 2 ഓപ്ഷൻസ് ആണ്. നാനാ സാഹിബ് അതുപോലെ തന്നെ താന്തിയ തോപ്പി. ഇവർ രണ്ടുപേരുമാണ് കാൺപൂരിൽ നേതൃത്വം നൽകിയത്. കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. അതുപോലെ ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? റാണി ലക്ഷ്മിഭായ് ആണ്. റാണി ലക്ഷ്മിഭായ് ആണ് ഝാൻസിയിൽ നേതൃത്വം നൽകിയത്. ദെൻ ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത്. ആരയിൽ നേതൃത്വം നൽകിയത് ആരാണ്? കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ്. ഇപ്പൊ ഇത്രയും പേരാണ് SCERTയിൽ കൊടുത്തിട്ടുള്ളത്. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായ്, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആരയിൽ കൻവർ സിംഗ് ആണ് നേതൃത്വം നൽകിയത്. ഇനി ഈ 1857 കലാപം ആരംഭിച്ചത് എവിടെ നിന്നുമാണ്? ആരംഭിച്ച സ്ഥലം എന്ന് പറയുന്നത് മീററ്റ് ആണ്. മീററ്റ്. ഓക്കെ, അപ്പൊ ഇതിന് കാരണം എന്താണ്? ഈ കലാപം ആരംഭിക്കാനുണ്ടായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശിപ്പായികൾക്ക് നൽകിയിരുന്ന എൻഫീൽഡ് തോക്കുകളിലെ തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത പ്രചരിപ്പിച്ചത് ഇതിന് കാരണമായി. അതുപോലെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന എന്ന വാർത്ത പ്രചരിപ്പിച്ചതും ഇതിനൊരു കാരണമായിട്ടുണ്ട്. ഇതെല്ലാം SCERT ഫാക്ട്സ് ആണ്. ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായിട്ട് ഇതിനെതിരെ പ്രതിഷേധമുയർത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് മംഗൾ പാണ്ഡെ ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്നൊക്കെ അറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെ ആണ്. ഈ കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ആരാ? ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമനാണ് കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിൽ എത്തിയിട്ട് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരി. ഇനി ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയ സ്ഥലം ഏത് എന്ന് ചോദിക്കാം. ഉത്തരം റങ്കൂൺ ആണ്. റങ്കൂണിലേക്കാണ് ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത്. ഇവിടെ ജീവിതത്തിന്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ഇരുകാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം. ജനിച്ച മണ്ണിൽ ലയിക്കാൻ 6 അടി പോലും ലഭിക്കാത്ത സഫർ, നീ എത്ര നിർഭാഗ്യവാൻ. ആരുടെ വരികളാണ്? ബഹദൂർ ഷാ സഫറിന്റെ വരികളാണ് എന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായിട്ടുള്ള ആദ്യത്തെ ബഹുജന സമരമാണ് ഇത്. 1857 സമരം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായിട്ടുള്ള ആദ്യത്തെ ബഹുജന സമരമാണ് 1857 സമരം. SCERTയിൽ 2 പോയിന്റും കൂടെ പറയുന്നുണ്ട്. ഒന്ന്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ അനന്തരഫലം എന്തായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവസാനിച്ചു എന്നതായിരുന്നു. ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കാനിടയ വിളംബരം ഏത് എന്ന് ചോദിക്കും. 1858 വിളംബരമാണ് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാനിടയായ വിളംബരമാണ് 1858 വിളംബരം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇടയാവാനായിട്ട് കാരണമായിട്ടുള്ള വിളംബരം എന്ന് പറയുന്നത് 1858 വിളംബരമാണ്. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകാനിടയായ വിളംബരമാണ് 1858 വിളംബരം എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. 3 ചോദ്യമേ ഡിസ്കസ് ചെയ്തുള്ളൂ. ഓരോ ചോദ്യത്തിനെ കുറിച്ച് നമ്മൾ മാക്സിമം പോയിന്റ്സ് SCRT ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യം വന്നിട്ടുള്ളത്. സോ SCRT ബേസ് ചെയ്തിട്ടുള്ള മാക്സിമം റിലേറ്റഡ് പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് എക്സാം ആവുന്നതിന് മുൻപ് മാക്സിമം ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ഹോട്ട് ടോപ്പിക്സും കൂടെ ഞാൻ ചെയ്തു തരുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ മാക്സിമം പേരിലോട്ട് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്